ഹലോ, ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് ബാലൻസ് ഒക്കെ വരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കുട്ടി ഫ്രോക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സൈസിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫ്രോക്കിൻ്റെ സൈസ് 14ആണ്. ഇതൊരു 3 months ഓൾഡായിട്ടുള്ള ബേബിക്ക് ഇടാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ രണ്ടായിട്ടിങ്ങനെ മടക്കി വയ്ക്കുക. ഇതേപോലുള്ള 2 പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഈ 2 പീസ് ക്ലോത്ത് ഇതുപോലെ ഒപ്പം വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ അളവ് ഡ്രസ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ യോക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരെയാണ് എൻ്റെ യോക്ക് പീസ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം മടക്കി അടിക്കും. അപ്പോഴാണ് കറക്റ്റ് ഈ ഒരു ഉടുപ്പിൻ്റെ സൈസ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് യോക്കിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടും ഒരു ഇഞ്ച് കൂടുതലിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 പീസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നെക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ നെക്കിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യരുത്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നെക്ക് ഭയങ്കര വൈഡായിട്ട് പോവും. അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ച് കയറ്റിയിട്ട് വേണം നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് മടക്കി അടിക്കുമ്പോൾ കറക്റ്റ് ഈ അളവ് ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടും. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗം ഫ്രണ്ട് പീസിൻ്റെ ഒപ്പം തന്നെ വെച്ച് കട്ട് ചെയ്യുക. ഫ്രണ്ട് പീസിൻ്റെ അത്രയും ലെങ്ത്ത് ബാക്ക് നെക്കിന് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ യോക്ക് പീസ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മടക്കുക. അതിനുശേഷം ഒരു മടക്കും കൂടി ഇതേപോലെ മടക്കുക. അളവ് ഡ്രസ്സ് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഒരു മടക്കും കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക. അതിനുശേഷം ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ മടക്കിയിട്ട് സെൻട്രൽ പൊസിഷൻ മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ വേണം നമ്മൾ ഈ മടക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി കൊടുക്കുക. ഇനി ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 4 പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നെക്ക് പോർഷനാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് പോർഷൻ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നെക്കും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്കേർട്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 സ്കേർട്ട് പീസ് ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതെങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീസിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. ഒരു പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് പീസും അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി യോക്ക് പീസും സ്കേർട്ട് പീസും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് പീസിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. യോക്ക് പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസിലും യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ ഭാഗം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക.
2 ആം ഹോളിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിവശം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ കഴുത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ തല കടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കട്ടിങ് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക. അത് ഇതുപോലെ ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ 2 പീസും ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 എണ്ണം അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഈ 2 ഏരിയയിലും ഇതുപോലെ വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. വളരെ എളുപ്പമാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബോയൊക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്